വാർത്തയിലേക്ക് വിശദമായി. കൃഷി വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ ജോലി സമയത്ത് പുതുവർഷാഘോഷം. നേരത്തെ മാറ്റിവെച്ച ആഘോഷമാണ് ഇന്ന് നടത്തിയത്. ഡയറക്ടർ അദീല അബ്ദുള്ള ഡൽഹിയിലായിരിക്കെയാണ് വികാസ് ഭവനിൽ ആഘോഷം നടന്നത്. ജോലി സമയത്ത് ഡാൻസും പാട്ടുമായി നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഉദ്യോഗസ്ഥർ അല്പം റിലാക്സ്ഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ ഒരു പ്രവൃത്തി ദിവസം ഇത്ര വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ജോലി മാറ്റിവെച്ചുകൊണ്ട് അവിടെ നടന്നത്. എന്തെങ്കിലും വിശദീകരണം ഇതിന്റെ ഭാഗമായി ഇറങ്ങിയിട്ടുണ്ടോ? ഈ ഡയറക്ടറുടെ അറിവോടുകൂടി ആയിരുന്നോ പരിപാടി നടന്നത്? ജീവനക്കാരുടെ റിലാക്സേഷൻ സ്വാഭാവികമായും എല്ലാ ജോലിയിലും അത് വേണ്ടതാണ്. പക്ഷേ ഇത് രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ നീണ്ടുപോയി. റിലാക്സേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതുവത്സര ആഘോഷമാണ്. അല്പം വൈകി കൃഷി വകുപ്പ് ഡയറക്ടർ ജീവനക്കാർ ഇന്ന് ഇങ്ങനെ ആഘോഷിച്ചത്. നേരത്തെ പുതുവർഷ സമയത്ത് അത് അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒരു സഹപ്രവർത്തകന്റെ മരണത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഇന്ന് ആഘോഷിച്ചത്. അത് വളരെയധികം സമയം നീണ്ടുപോയി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ആഘോഷങ്ങളൊക്കെ ഉച്ചഭക്ഷണ സമയത്തോ അല്ലെങ്കിൽ അതിന് ജോലി സമയത്തിന് ശേഷമൊക്കെയാണ് ഇത്തരത്തിൽ ആഘോഷങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നടക്കാറുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും പ്രവൃത്തി സമയം 11 മണി മുതൽ വൈകിട്ട് 4 വരെ ആണ് ഇത് നടന്നത്. ഡയറക്ടറുടെ അനുമതിയോടെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഡയറക്ടർ അദീല അബ്ദുള്ള ഡൽഹിയിലായിരുന്നു ഇന്ന്. ആ സമയത്താണ് ഈ ആഘോഷം നടന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ അരുൺ, നമുക്ക് കാണാം ഓഫീസൊക്കെ വളരെ വലിയതായി അലങ്കരിച്ചുകൊണ്ടൊക്കെയാണ് ഈ പരിപാടി നടത്തിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം വിപുലമായ ഒരു പരിപാടി നടത്തുക സാധ്യമാണോ? ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഇതിനെതിരെ ഉയർന്നിട്ടുണ്ടോ? വാർത്തകൾ പുറത്തു വന്നതോടുകൂടി കൃഷി വകുപ്പ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിയും ഡയറക്ടർ ഒരുപക്ഷെ അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും. അതിന്റെ വിശദാംശങ്ങൾ വൈകാതെ ലഭ്യമാകും. ഏതായാലും ഓഫീസ് സമയത്ത് ഇത്തരത്തിൽ ആഘോഷം ഒരു തരത്തിലും ജീവനക്കാർക്ക് സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് നടന്നത്. ജീവനക്കാരുടെ ഉല്ലാസത്തിനൊക്കെ കൃത്യമായ സമയം അതിന് സർക്കാർ ജോലി സമയത്ത് ഇടവേളകൾ തന്നെ അവർക്കത് അത്തരം കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള അവകാശം സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചത്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ ഈ ആഘോഷം നീണ്ടുപോയി. സ്വാഭാവികമായും നിരവധി ആളുകൾ ഈ സമയത്തൊക്കെ അവിടെ വിവിധ ആവശ്യങ്ങൾക്ക് ഡയറക്ടറേറ്റാണ് ഷോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസാണ്. അവിടെ സ്വാഭാവികമായി ആളുകൾ വന്ന് പോകേണ്ടതാണ്. ആ സമയത്ത് അവർക്ക് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ്. തീർച്ചയായും എന്തായാലും ഓരോ ഫയലും ഓരോ ജീവിതങ്ങൾ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഒരു ദിവസം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഒരാഘോഷം സർക്കാർ ഓഫീസിൽ നടക്കുന്നു. അതിൽ ഇനി എന്തു നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ഡയറക്ടറുടെ ഉൾപ്പെടെയുള്ള പ്രതികരണവും നിർണായകമാണ്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.